അപ്പോൾ ഡയറക്ടർ അവിടെ നിന്ന് വിളിച്ചു. ഉണ്ണിച്ചേട്ടൻ ഇന്നലെ ശ്രീകണ്ഠനും ജോണിയും കൂടെ വന്ന് നമ്മൾ ബിയർ അടിച്ച് എനിക്ക് ലൂസ് മോഷൻ. അപ്പോൾ ഈ കുറ്റക്കാരായി നമ്മൾ കുറ്റക്കാരായി. നമ്മൾ ബിയർ അടുപ്പിച്ചുകൊണ്ട് പുള്ളിക്ക് രാവിലെ ഒരു ഷൂട്ടിങ്ങിന് ഡബ്ബിങ്ങിന് വരാൻ പറ്റാതെ അങ്ങനെ ഡയറക്ടർ വിളിച്ച് നമ്മളോട് ചൂടായി. തിലകേട്ടനൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ 2 അടിച്ചിട്ട് പിന്നെ അടുത്ത സീനിലേക്ക്. അതൊക്കെ നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാം പരസ്യമ ദിവസം. ഈ അസോസിയേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ക്ഷമ വേണം അല്ലേ? ചെറിയ ക്ഷമ ഒക്കത്തില്ല. തീർച്ചയായും പല ആൾക്കാരാണ് വരുന്നത്, പല സ്വഭാവമുള്ള. അതെ അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആർട്ട് വേണം, കോസ്റ്റ്യൂം വേണം, കോസ്റ്റ്യൂമറുണ്ട്, ആർട്ടിനൊക്കെ നമ്മുടെ എല്ലാത്തിനും ഒരു കണക്ട് ചെയ്യുന്നത് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്ടറുടെ ആഗ്രഹങ്ങൾ, ഡയറക്ടർ ഉദ്ദേശിക്കുന്നത്, ഡയറക്ടർ പറയുന്നത്, ഡയറക്ടർ ചിന്തിക്കുന്നത് അത് അസോസിയേറ്റ് ഡയറക്ടർ അറിയണം. അത് കോസ്റ്റ്യൂമറുമായിട്ടും മേക്കപ്പ് മാനുമായിട്ടും ആർട്ട് ഡയറക്ടറുമായിട്ടും ഈവൻ ക്യാമറ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ക്യാമറാമാനുമായിട്ടും ആർട്ടിസ്റ്റുമായിട്ടും കൺവേ ചെയ്യുന്നത് അസോസിയേറ്റ് ഡയറക്ടർ. എനിക്കൊന്ന് ഈ മുകേഷ്, ജഗദീഷ്, ആ ഒരു ജയറാം ഉൾപ്പെടെയുള്ള ആ ഒരു ഗ്യാങ്ങിനോട് കൂടുതൽ പടങ്ങൾ ചെയ്തേക്കും. തീർച്ചയായും നമ്മുടെ സൂപ്പർ സ്റ്റാറിനേക്കാളും ഉപരിയായിട്ട്. അപ്പോൾ അവരുടെ നല്ല ബന്ധമുണ്ട്. ജയറാമിൻ്റെ ഒക്കെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ജയറാം ബന്ധത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അത് പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം, ജയറാം ചേട്ടൻ മാറി എന്നുള്ളത് ഈ ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും, അവരുടേതായ സക്സസ് ഉണ്ടാവും. അപ്പോൾ ആ മാറിയതിന് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം കണ്ട വ്യൂവിൽ ചിലപ്പം എനിക്ക് ഗുണമില്ല എന്ന് തോന്നിയുകൊണ്ട് അവർക്ക് അവരുടേതായ ചാൻസ് എടുക്കാൻ അവകാശമുണ്ട്. എൻ്റെ പടത്തിൽ അഭിനയിച്ചില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നമാണ്. അത് അദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ശരിയാണ്. കാര്യം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഈ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ച ഈ കാര്യം സംവിധാനം ഒരുപാട് ടെൻഷൻ കാണും. പക്ഷെ അസോസിയേറ്റ് ഡയറക്ടർ അത്രത്തോളം ടെൻഷൻ കാണും. ഇത് എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടുമെന്ന് തോന്നുന്നു. ഇത് എൻജോയ് ചെയ്ത് അഭിനയം, ഈ ലൊക്കേഷനിൽ ഇഷ്ടപ്പെട്ട നടന്മാരുടെ അഭിനയം എടുത്തു പറയാത്ത കാര്യമായിരിക്കും. അത് ലാലേട്ടനും അമ്പിളിച്ചേട്ടനും ഒക്കെ ഭീകരമല്ലേ? ലാലേട്ടനുമായിട്ട് നമുക്കൊരു ടെൻഷനുമില്ല. ലാലേട്ടൻ സിനിമ ഷോട്ടിൻ്റെ ജസ്റ്റ് പോകുമ്പോൾ നമ്മളോട് മറ്റു വിഷയങ്ങൾ, ഇപ്പം ലാലേട്ടനെ വിളിച്ചുകൊണ്ട് പോകുമല്ലോ, അപ്പോൾ വരെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമായിരിക്കും സംസാരിക്കുന്നത്, ഓപ്പോസിറ്റ് കാര്യമായിരിക്കും സംസാരിക്കുന്നത്. പുള്ളി ഫ്രെയിമിൽ വന്ന് കട്ട് പറയുമ്പോഴും സ്റ്റാർട്ട് പറയുന്നതിനിടയ്ക്കുള്ളൊരു, അതെല്ലാവരും പറയുന്നൊരു കാര്യം അല്ലേ? കട്ട് പറയുന്നതിന് സ്റ്റാർട്ട് പറയുന്നതിനൊക്കെയാണ് ഇവിടെ ആർട്ടിസ്റ്റ്. ചിലർ അതിന് മുമ്പേ കാണാതെ പഠിച്ചു വയ്ക്കും. അതാണ് നമ്മളൊരു പ്രിപ്പയർഡ് ആക്ടിങ് എന്ന് പറയുമല്ലോ. ഒരു മമ്മൂക്കയൊക്കെ അങ്ങനെ കാണാൻ പഠിച്ചു വെക്കുന്നതാണോ? അങ്ങനെയൊന്നും മമ്മൂക്ക തോന്നില്ല. മമ്മൂക്ക അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. മമ്മൂക്ക വളരെ ഇതേപോലെ തന്നെ ഫ്രെയിമിൽ വരുമ്പം ഒന്നാമത് അവരുടെയൊക്കെ അറിവ് പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അറിവ്, ഇപ്പം ജഗതി ചേട്ടൻ ഇത്രയും വലിയ നടനാവാൻ കാര്യം ജഗതി ചേട്ടൻ്റെ നോളജ് തന്നെയാണ്. നോളജ് ഉള്ളവർക്ക് കൂടുതൽ കൺസീവ് ചെയ്യാൻ പറ്റും കഥാപാത്രങ്ങളും നാടും സമൂഹവും ഒക്കെ. ഒബ്സർവേഷനാണ് ഒബ്സർവേഷനാണ് നടൻ. ഏറ്റവും നല്ല ഒബ്സർവേറ്ററാണ് ഏറ്റവും നല്ല നടൻ, അത് യാതൊരു സംശയമില്ല. നമ്മൾ അപ്രധാനമെന്ന് പറയുന്ന ശങ്കരാടിയായാലും ഒടിവിൽ ഉണ്ണികൃഷ്ണനായാലും അവരൊക്കെ ചെറിയ റോളുകൾ ചെയ്തെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ലൈവാണ് സാധനം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവർ അഭിനയിക്കുവാണോ എന്ന് തോന്നിയ നിമിഷമുണ്ടോ? പക്ഷേ അത് പറയണമെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് വലിയ വലിയ നടന്മാരാണ്. വലിയ വലിയ നടന്മാർക്ക് എന്ത് ചെയ്യും? വലിയ വലിയ വേഷങ്ങൾ കിട്ടും, അവർക്ക് ഈ ആറാടാനുള്ള ക്യാരക്ടറുകൾ കിട്ടും. പക്ഷേ ശങ്കരാടിച്ചേട്ടന് കിട്ടുന്ന വേഷം എന്തായാലും ശങ്കരാടിച്ചേട്ടൻ്റെ ബോഡിയുടെ ആ ഒരു അപ്പിയറൻസിനെ പറ്റി ശരീരം അതിനൊക്കെ. പക്ഷെ ശങ്കരാടിച്ചേട്ടൻ്റെ പെർഫോമൻസ്, ഒടിവിൽ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഒടിവിൽ ചേട്ടനുമായിട്ട് കുറേ പടം വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഇതാണ് ഒടിവിൽ ചേട്ടനുമായിട്ട് അവന് ഇത്രയും നല്ല പോലെ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ ഒന്നും തോന്നില്ല. അടിച്ചിട്ടാണ് വരുന്നതില്ലേ? നമുക്ക് പടത്തിൽ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ മുമ്പ് നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അത് സ്ക്രീനിൽ കാണുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട്, ഔട്ട്പുട്ട് അറിയുന്നത്. അങ്ങനെയുള്ളൊരു നടൻ സത്യത്തിൽ ലാലേട്ടൻ അങ്ങനെയാണ്. സ്ക്രീനിലാണ് നമുക്ക് അഭിനയിക്കുമ്പോൾ ഒന്നും തോന്നില്ല. പുള്ളി പൈസ കുറച്ച് അഭിനയിക്കുന്നതാണ് തോന്നുന്നത്, പൈസ കുറച്ച് വാങ്ങിച്ചിട്ട് അഭിനയിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് തോന്നിയ നിമിഷമുണ്ടോ? സത്യത്തിലുണ്ട്. പക്ഷെ സ്ക്രീനിൽ വരുമ്പോഴാണ് ഏത് പടത്തിലായിരിക്കും അത്? പല പടങ്ങളിലല്ല, നമ്മൾ ഒരു സീനുകളായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇത്തിക്കൂടി എക്സ്പെക്ട് ചെയ്യും, ഇത്തിക്കൂടി ഒരു പെർഫോമൻസ് ശരീരം കൂടി ചെയ്തുകൂടി, അല്ലെങ്കിൽ ഫേസ് എക്സ്പ്രഷൻ ഇത്തിക്കൂടി ഇട്ടുകൂടി എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ അവർക്കറിയാം ഏത് റേഞ്ചിലാണ് ക്യാമറ വെച്ചേക്കണമെന്നും ഈ റേഞ്ചിലുള്ള ക്യാമറ വർക്കിൽ ഞാൻ എന്തുമാത്രം അഭിനയിക്കണമെന്നും എന്തുമാത്രം വെച്ചാൽ എന്തുമാത്രം ഔട്ട്പുട്ട് കിട്ടുമെന്നും നമ്മളെക്കാളും അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും അവർ ആ രീതിയിൽ പെർഫോം ചെയ്യും. അങ്ങ് ഉണ്ണിച്ചേട്ടനുമായിട്ട് വേറെ സംഭവം ഉണ്ടായിരുന്നു, ഒടിവിൽ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഡബ് ചെയ്യാനായിട്ട് പുള്ളി മദ്രാസിൽ വരുന്നു. എനിക്ക് തോന്നുന്നു സൂര്യപുത്രനാണ് പോകുന്നത്. ഉണ്ണിച്ചേട്ടൻ വരുന്നു. ഉണ്ണിച്ചേട്ടൻ വന്നോടനെ അപ്പോൾ ഞാനും ജോണി ആൻ്റണിയാണ്, അപ്പോൾ ഡയറക്ടറില്ല, അപ്പം ഡബ്ബിങ് നമ്മളാണ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്നോടനെ നമ്മൾ താമസിക്കുന്നത് ഗംഗയിലാണെന്ന് തോന്നുന്നു, അവിടെ ഗംഗയിൽ ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഉണ്ണിച്ചേട്ടൻ വന്ന് നമ്മൾ വിളിക്കുന്നു. ഞാൻ എത്തിയിട്ടുണ്ട്, അങ്ങ് വൈകുന്നേരം വരുവാണെങ്കിൽ വരാൻ പറഞ്ഞു.
അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ചെന്നു. അവിടെ പുള്ളി ബിയറിൻ്റെ ആളാണല്ലോ, അപ്പോൾ ബിയർ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ നമ്മളിരുന്ന് ബിയറൊക്കെ അടിച്ചു. രാത്രിയായപ്പോൾ നമ്മൾ റൂമിൽ നിന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ തിയേറ്ററിൽ ഡബ് ചെയ്യാനായിട്ട് ചെന്നപ്പം ഉണ്ണിച്ചേട്ടൻ വന്നില്ല. പ്രൊഡക്ഷൻ മാനേജർ അയച്ചു, വണ്ടി വിട്ടു. അല്ല, പുള്ളിക്ക് ലൂസ് മോഷൻ വരാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ശേഷം ഡബ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ അവിടെ നിന്ന് വിളിച്ചു. ഉണ്ണിച്ചേട്ടൻ ഇന്നലെ ശ്രീകണ്ഠനും ജോണിയും കൂടെ വന്ന് നമ്മൾ ബിയർ അടിച്ച് എനിക്ക് ലൂസ് മോഷൻ. അപ്പോൾ ഈ കുറ്റക്കാരായി, നമ്മൾ കുറ്റക്കാരായി. നമ്മൾ ബിയർ അടുപ്പിച്ചുകൊണ്ട് പുള്ളിക്ക് രാവിലെ ഒരു ഷൂട്ടിങ്ങിന് ഡബിങ്ങിന് വരാൻ പറ്റായി. അങ്ങനെ ഡയറക്ടർ വിളിച്ച് നമ്മളോട് ചൂടായി. പക്ഷേ പുള്ളിക്ക് ഒന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്. പുള്ളി എന്ത് ഓപ്പണാണ്, ഇത്രയും നല്ലൊരു ഓപ്പണായിട്ടുള്ള സത്യസന്ധനായ കുസൃതി കൊണ്ട് ചോദിക്കും. രണ്ടെണ്ണം അടിച്ചിട്ട് അഭിനയ നടന്മാരുണ്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവ് വരാൻ വേണ്ടി. ചേട്ടനൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇടയ്ക്ക് അടിക്കുക അങ്ങനെ ഈ അങ്ങനെ ക്രിയേറ്റീവ് ഒരുപാട് സാധനം വരുന്നുണ്ട്. അങ്ങനെ അടിച്ചിട്ട് വന്നാൽ അത് എനിക്ക് തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ അവരുടെ ഒരു ഈ കോൺഫിഡൻസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ തോന്നലിൻ്റെ ആയിരിക്കും. അത് നാട്ടു ബന്ധമല്ല. കാര്യം ഒരു നോർമൽ നമുക്ക് അറിയാൻ പറ്റും, വെളിയിൽ നിൽക്കുന്നത് അറിയാൻ പറ്റും. അല്ല, നോർമൽ ബുദ്ധിക്കായിരിക്കും ക്യാരക്ടർ കറക്റ്റ് കൺസീവ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, നമ്മൾ വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം, അടിച്ചിട്ട് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. തീർച്ചയായും അറിയാൻ പറ്റും. ദിലീപേട്ടനൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ രണ്ടെണ്ണം അടിച്ചിട്ട് പിന്നെ അടുത്ത സീനിലേക്ക് അതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ അതൊക്കെ ഒരു നമ്മുടെ ഒന്നും ഇത് ചെയ്യുന്നതല്ല, വളരെ ഫ്രണ്ട്ലിയാണ്. അല്ലാതെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളമടിക്കുക എന്നുള്ളതല്ല. അതൊക്കെ ഒരു അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന, അദ്ദേഹത്തിന് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന റേഞ്ചിലാണ്. അടിച്ച് ഓവറായി പോയ അല്ല കൈവിട്ട് പോയ അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും നമ്മുടെ പേരൊന്നും പറയണ്ട, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചില സീനിൽ അവരാവശ്യമുള്ളപ്പോൾ അവർ കൈവിട്ട് പോയ എന്തെങ്കിലും? അങ്ങനെ ഒരു പറയാവുന്ന തരത്തിൽ എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതിപ്പോൾ ഞാൻ ഓർമ്മയില്ല. മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഈ മദ്യപിക്കുന്ന സീനിലൊക്കെ രണ്ടെണ്ണം അടിച്ച നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്ന് വാശി പിടിച്ച് അങ്ങനെയൊക്കെ അത് ഇല്ലല്ലോ, അഭിനയമാണല്ലോ. ഇത് റിയലിസ്റ്റിക് ആയിട്ടല്ലോ ചെയ്യുന്നത്. ഈ നമ്പർ 20 മദ്രാസ് വെയിലിൽ മോഹൻലാൽ ഒരു തുള്ളി വെള്ളം പോലും അടിച്ച് കാണത്തില്ലേ? ഉറപ്പാണോ? ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അതാണ് ആർട്ടിസ്റ്റ്. ചെയ്താൽ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല. അതാണ് ഒബ്സർവേഷൻ. ഒരു മദ്യപാനീയ ഒരാളിന് കൺസീവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതല്ലേ അഭിനയം. അതിലെ അഭിനയം എന്നല്ലേ പറയണത്, നമ്മൾ ജീവിക്കുക എന്നല്ലേ പറയണത്. ജീവിക്കുന്നത് പോലെ തോന്നുന്നതാണ് അഭിനയം. നടന്മാരും നമ്മുടെ സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിക്കുകയാണ്, ജീവിക്കുകയല്ല. പക്ഷെ ജീവിക്കുന്നത് പോലെ തോന്നുന്നത് പോലെ അഭിനയിക്കുക, അതല്ലേ അഭിനയം എന്ന് പറയുന്നത്. നമ്മൾ ആക്ടിങ് എന്നല്ലേ പറയണത്. അതെ, അപ്പം അതിനകത്ത് നാച്ചുറലായിട്ട് അങ്ങ് പോയല്ലേ? നാച്ചുറലായിട്ട് പോകുന്നതാണ് എൻ്റെ ഒരു രീതി.